മായാവർണ്ണങ്ങൾ, ചെറുകഥ. എങ്ങോട്ടാണെന്നോ എവിടേക്കാണെന്നോ ഒന്നും അവൾക്ക് അറിയില്ലായിരുന്നു. വീട്ടിൽ നിന്നു ഒരു വാശിയിൽ ഇറങ്ങിപ്പോന്നതാണ്. നേരം പരാപരാ വെളുക്കുന്നതേയുള്ളൂ. കലാവൂർ ഗ്രാമത്തിലെ ജനങ്ങളിൽ കുറെ പേർ ഉണർന്നു തുടങ്ങിയിരുന്നു. മുസ്ലിം പള്ളികളിലെ നിസ്കാരം കഴിഞ്ഞുവരുന്നവർ, അമ്പലങ്ങളിലേക്ക് പോകുന്നവർ, പാൽ കറന്നിട്ട് ചായ കടകളിൽ കൊണ്ട് കൊടുക്കാൻ പോകുന്നവർ തുടങ്ങിയവർ. സോമന്റെ വീട്ടിൽ ആരും എഴുന്നേറ്റിട്ടില്ല. സോമൻ നാട്ടിൽ സ്വന്തമായി ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നു. ഭാര്യ സുകുമാരി. സോമനും ഭാര്യയും വർഷങ്ങളോളം ഉത്തരേന്ത്യയിലായിരുന്നു. ഈ നാട്ടിലേക്ക് വന്നിട്ട് കുറച്ചു വർഷങ്ങളേ ആയിട്ടുള്ളൂ. അവരുടെ മൂത്തകുട്ടിയാണ് കൃതിക. വേറെ 3 കുട്ടികൾ കൂടി അവർക്കുണ്ട്. അതിൽ ഏറ്റവും ഇളയതാണ് ആൺകുട്ടി. കൃതികക്ക് ഒരു ഉത്തരേന്ത്യക്കാരിയുടെ മുഖമായിരുന്നു. സുകുമാരി എപ്പോഴും ഏതു കാര്യത്തിലും സോമനെ പിന്തുണയിരുന്നു. എന്നാൽ കൃതികയുടെ ഒരു കാര്യത്തിലും അവർക്ക് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അവൾ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അവർ ഒരിക്കലും നടത്തിക്കൊടുത്തിരുന്നില്ലെന്നു മാത്രമല്ല, നടത്താതിരിക്കാനുള്ള കാര്യങ്ങളും അവർ ചെയ്തിരുന്നു. കൃതികക്ക് പലപ്പോഴും താൻ അവരുടെ മകളല്ലെന്നു തോന്നിയിരുന്നു. വയസ്സ് 16 ആയി. പെൺകുട്ടികൾക്ക് കൗമാരത്തിൽ തോന്നിയിരുന്ന എല്ലാ വികാരങ്ങളും അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. നല്ല ഡ്രസ് ധരിക്കണമെന്നും വൃത്തിയായി ഒരുങ്ങണമെന്നും മറ്റും. പക്ഷെ രക്ഷകർത്താക്കൾ എപ്പോഴും അവളെ ശകാരിച്ചുകൊണ്ടിരുന്നു. വീട്ടിലെ എല്ലാ പണികളും ഒരു വേലകാരിയെപ്പോലെ അവളെക്കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. തന്നേക്കാളും പ്രായമുള്ള ചേച്ചിമാർ അടുത്ത വീടുകളിൽ കളിക്കുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവളെ മാത്രം വീട്ടിലെ പണികളെല്ലാം എടുപ്പിച്ചു ശകാരിച്ചും സ്കൂളിൽ വിടാതെ വീട്ടിൽ തന്നെ ഇരുത്തിയിരുന്നു. വീട്ടിൽ പൂട്ടിയിട്ടത് പോലുള്ള ജീവിതം അവൾക്ക് ജയിൽ സമാനമായിരുന്നു. എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നു രക്ഷപ്പെടണമെന്നവൾ ആഗ്രഹിച്ചു. കൃതിക നല്ല വെളുപ്പും മുഖഭംഗിയും ഉള്ള കുട്ടിയാണ്. അവളുടെ വയസ്സിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിച്ചിരുന്നു. ആരും കാണാതെ കണ്ണാടി എടുത്തു കൊണ്ടുപോയി ഒളിച്ചിരുന്ന് ഭംഗി നോക്കി ആനന്ദിക്കലായിരുന്നു അവളുടെ ഹോബി. മനസ്സിനുള്ളിൽ പല സ്വപ്നങ്ങളും അവൾക്കു വന്നു തുടങ്ങിയിരുന്നു. ഒരു ദിവസം റേഷൻ കടയിൽ വെച്ചാണ് അവളെ ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. അവൾക്ക് ആദ്യം കുറച്ചു പരിഭ്രമം തോന്നി. അവൾ തന്റെ മുഖം കറുപ്പിച്ചു പിടിച്ചിരുന്നു. പക്ഷെ അയാൾ അവളെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ കടയിൽ നിന്നിറങ്ങിയപ്പോൾ അവളെ പിന്തുടർന്ന് പിന്നാലെ അയാളുമുണ്ടായിരുന്നു. കൃതിക പേടിച്ചു പോയെങ്കിലും അയാളുടെ മുഖത്ത് ഉണ്ടായിരുന്ന ആ പുഞ്ചിരി കണ്ടപ്പോൾ അവൾക്ക് ഉണ്ടായിരുന്ന പരിഭ്രമമെല്ലാം പോയി മറഞ്ഞു. അവളുടെ മുഖത്ത് നിഴലിച്ചിരുന്ന പേടിയും സങ്കോചവും കുറഞ്ഞെന്നു കണ്ടു അയാൾ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. അവളുടെ ഒപ്പം നടന്നുകൊണ്ട് അയാൾ പറഞ്ഞു, "എന്റെ പേര് രാകേഷ്, കുട്ടിയുടെ പേര് എന്താ?" അവൾ ഒന്നും പറഞ്ഞില്ല. അവളുടെ നടത്തത്തിനു വേഗത കൂട്ടി. അതോടെ നിരാശനായ അയാൾ പിന്തിരിഞ്ഞു നടന്നു. അവൾ വേഗം വീട്ടിലെത്തി. ആരും കാണാതെ കണ്ണാടി എടുത്തുകൊണ്ടുപോയി തന്റെ മുഖം നോക്കി ആസ്വദിച്ചു. എന്നിട്ടവൾ പതുക്കെ പറഞ്ഞു, "എന്റെ പേര് രാകേഷ്, കുട്ടിയുടെ പേര് എന്താ?" എന്നിട്ട് അവൾ ശബ്ദമില്ലാതെ ചിരിക്കുവാൻ തുടങ്ങി. വീണ്ടും വീണ്ടും അവൾ ആ ഡയലോഗ് പറഞ്ഞു ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ പ്രേമത്തിന്റെ ലാഞ്ചന ഉടലെടുത്തിരുന്നു. അവൾ ഒരു മൂളിപ്പാട്ടും പാടി മുറിക്ക് പുറത്തുവന്നപ്പോൾ അമ്മയെ കണ്ടയുടനെ അവൾ പാട്ട് നിർത്തി. അമ്മ പറഞ്ഞു, "ടീ പോയി അരി അടുപ്പത്തിട്." അവൾ അടുക്കളയിലേക്ക് കയറി. അരി അളന്നു പാത്രത്തിലേക്കിട്ട് വെള്ളമൊഴിച്ചു കഴുകി കളഞ്ഞിട്ട് അടുപ്പിന്റെ മുകളിലേക്ക് വെക്കാൻ നേരം വീണ്ടും വന്നു അമ്മയുടെ ഓർഡർ. "ടീ ഫ്രിഡ്ജിൽ നിന്നു മീൻ എടുത്തു വെള്ളത്തിലേക്കിട്." അവളുടെ മുഖത്ത് കോപം ജ്വലിച്ചു. അവൾ കാലുകൾ നിലത്തമർത്തി ചവിട്ടിയിട്ട് സ്വയമേ പറഞ്ഞു, "ദൈവമേ, ഈ നരകത്തിൽ നിന്നു എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണേ." അത് കേട്ട് അമ്മ ചാടി തുള്ളി വന്നെങ്കിലും ഒന്നും ചെയ്തില്ല. കുറെ നേരം അവളെ ചീത്ത വിളിച്ചും കൊണ്ടിരുന്നു. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അമ്മ കിടന്നുറങ്ങും. ആ സമയത്ത് അവൾ പതുക്കെ കണ്ണാടിയെടുത്തു കൊണ്ടുവന്ന് തന്റെ മുഖത്ത് നോക്കിയിരുന്നു. അവളുടെ കണ്ണുകളിൽ ഒളിമിന്നുന്ന കള്ള കുറുമ്പുള്ള നോട്ടം അവൾ നോക്കി ആസ്വദിച്ചു. അവളുടെ ചുണ്ടുകളിൽ പതുക്കെ വിരലുകൾ കൊണ്ട് അമർത്തി വരച്ചപ്പോൾ അത് ചുമന്നു തടിച്ചു. അവൾ അത് കണ്ടു സന്തോഷിച്ചു. അവൾ അന്ന് റേഷൻ കടയിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ ഓർത്തു ചിരിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ ഫോൺ വിളി ശബ്ദം കേട്ടപ്പോൾ വേഗം പുറത്തേക്കിറങ്ങി. അവളെ കണ്ട അമ്മ പറഞ്ഞു, "ചായ വെക്കേണ്ട സമയത്ത് നീ എങ്ങോട്ടാ? പോയി ചായ വെക്കടി." അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. അവൾ തർക്കിച്ചു, "അമ്മക്ക് വേണമെങ്കിൽ ചായ വെച്ചോ, എനിക്ക് വേണ്ട." അപ്പോൾ നീ തർക്കിക്കാനും തുടങ്ങിയോ? മിണ്ടാതെ പോയി ചായ വെച്ചിട്ട് കൊണ്ടുവാ. അമ്മ അവിടെ കിടന്നു പുലമ്പാൻ തുടങ്ങി. അവൾക്ക് എങ്ങനെയെങ്കിലും ആ നശിച്ച സ്ഥലത്തു നിന്നു പോകുവാൻ ആഗ്രഹിച്ചു. അവൾക്ക് ഉറപ്പായിരുന്നു, താൻ ഇവരുടെ മകളല്ല, ഇവർ എങ്ങനെയോ എന്നെ കൊണ്ടുവന്ന് മകളെപ്പോലെ അഭിനയിച്ചു വേലക്കാരി ആക്കിയതാണ്. അവളുടെ കണ്ണുകളിൽ നിന്നു കണ്ണുനീർ പൊഴിഞ്ഞു. ഒരു ദിവസം വീട്ടിൽ അവളൊഴികെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് കാളിംഗ് ബെൽ ശബ്ദിച്ചത്. അവൾ ചെന്ന് ജനൽ പാളിയിലൂടെ നോക്കി. പുറത്തു നിൽക്കുന്ന ആളെ കണ്ടു അവൾ അമ്പരന്ന് നിന്നു. അവൾ കതക് തുറക്കാതെ ചോദിച്ചു, "എന്താ കാര്യം?" "കുത്ത്." രാകേഷ് പറഞ്ഞു, "ഞാൻ കൃതികയെ കാണാൻ വന്നതാണ്." അവൾ പറഞ്ഞു, "ഇവിടെ ഇപ്പോൾ ആരുമില്ല രാകേഷ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് തന്നെ നല്ല ഇഷ്ടമാണ്. ഞാൻ കല്യാണം കഴിക്കട്ടെ." കൃതികക്ക് നല്ല സന്തോഷം തോന്നിയെങ്കിലും അധികാതെ പറഞ്ഞു, "അത് എന്റെ അച്ഛനോട് ചോദിക്കണം." അവൾ പറഞ്ഞൊഴിഞ്ഞു. അയാൾ പതുക്കെ പറഞ്ഞു, "എന്നെ കുട്ടിക്ക് വിശ്വസിക്കാം. എന്റെ നമ്പർ ഈ മാസികയിൽ എഴുതി വെക്കുന്നുണ്ട്." അയാൾ മാസിക അവിടെ വെച്ചിട്ട് പുറത്തേക്ക് പോകുന്നത് അവൾ കണ്ടു. അവൾ വേഗം കതക് തുറന്ന് മാസിക എടുത്തു ഉള്ളിലേക്ക് പോയി. അമ്മ ഉറങ്ങുന്ന സമയം നോക്കി ഫോൺ വിളിക്കാൻ തുടങ്ങി. സാവധാനം രാകേഷ് അവളുടെ എല്ലാം ആയി തുടങ്ങി. ഒരു ദിവസം ഫോണിൽ സംസാരിക്കുമ്പോൾ അവൾ ചോദിച്ചു, "ഞാൻ വന്നാൽ രാകേഷ് എന്നെ കല്യാണം കഴിക്കുമോ?" രാകേഷ് മടിക്കാതെ ഉത്തരം പറയുന്നത് കേട്ട് അവൾ സന്തോഷിച്ചു.
അവരുടെ പ്രേമം വളർന്നു പന്തലിച്ചു. ഒരു നിമിഷം കാണാതെ ഇരിക്കാൻ പറ്റാതായി അങ്ങനെ അവർ ഒരു തീരുമാനത്തിലെത്തി. ഒളിച്ചോടുക. വീട്ടിൽ പറഞ്ഞാൽ ഒരിക്കലും അവളുടെ കല്യാണം നടത്തിക്കൊടുക്കില്ലെന്നു അറിയാമായിരുന്നു. ഒരു ദിവസം അവർ നിശ്ചയിച്ചുറപ്പിച്ചു. പുലർച്ചെ വീട്ടിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ അവളുടെ വീടായ നരകത്തിൽ നിന്നും ഇറങ്ങി എല്ലായ്പ്പോഴും സ്വപ്നം കണ്ടിരുന്ന സ്വർഗത്തിലേക്ക് അവൾ ഇറങ്ങി പുറപ്പെട്ടു. രാകേഷിന്റെ ബൈക്കിന്റെ പുറകിൽ അവനെയും കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള യാത്ര. അവൾ സന്തോഷത്തിൽ മതിമറന്നു. കൂട്ടിലിട്ട് വളർത്തിയ പക്ഷി പുറംലോകത്തേക്ക് എത്തിപ്പെട്ടതുപോലെ അവളുടെ മനസ്സ് ആനന്ദനൃത്തമാടി. അവളുടെ സന്തോഷം മനസ്സിലാക്കിക്കൊണ്ട് രാകേഷ് ബൈക്ക് വളർന്നു പന്തലിച്ചു നിന്നിരുന്ന മരത്തിന്റെ അരികിൽ നിർത്തിയിട്ട് രണ്ടുപേരും ഇറങ്ങി കൈകൾ കോർത്തുപിടിച്ചു മരത്തിനടിയിലേക്ക് നടന്നു. രാകേഷ് അവളോട് ചോദിച്ചു, "നമ്മൾക്ക് എവിടേക്കാണ് പോകേണ്ടത്?" അതിനുള്ള മറുപടിയായി അവൾ രാകേഷിനെ കെട്ടിപ്പിടിച്ചു മുഖത്ത് ചുംബനങ്ങൾ വർഷിച്ചു. ഇവരുടെ സ്നേഹലാളനകൾ കണ്ടുകൊണ്ട് മരക്കൊമ്പിൽ ഇരുന്നിരുന്ന കുരുവികൾ ഉയർന്നു പൊന്തിച്ചിറകിട്ടടിച്ചു സന്തോഷമറിയിച്ചു. നനുനനുത്ത തണുത്ത കാറ്റിൽ അവർ വേർപെടാനാകാത്ത രീതിയിൽ ആലിംഗനത്തിൽ മുഴുകി. കിഴക്ക് സൂര്യരശ്മികൾ ഇവരെ അനുഗ്രഹിക്കും വിധം മന്ദം മന്ദം വരവറിയിച്ചു. അന്ന് കൃതിക വീട്ടിലെ പണികളൊന്നും ചെയ്യുന്നത് കാണാതെ വന്നപ്പോൾ ദേഷ്യപ്പെട്ട് വിളിച്ചുണർത്താൻ ചെന്ന അമ്മക്ക് കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴേക്കും രാകേഷും കൃതികയും അവരുടെ ഗ്രാമം വിട്ടു ഏതോ പുതിയ നാട്ടിലേക്ക്, അവരുടെ സ്വപ്നഭൂമിയിലേക്ക് ഒരു പിയേറ്റി മോഹങ്ങളുമായി ആ കുളിർക്കാറ്റിൽ ലയിച്ചുകൊണ്ട് സൂര്യരശ്മികൾ തെളിച്ച വഴിയിലൂടെ 6 ഒരൊറ്റ മനസ്സുമായി പോയിക്കൊണ്ടിരുന്നു. സ്റ്റോറി എസ് കെ വഡാക്കൻ.